കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റ ചർച്ചകൾക്കിടെ വിസ്മയമുണ്ടാകുമെന്ന പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം മതി ആ വിസ്മയത്തിനെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അവരിപ്പോഴും ഇടതു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കമന്റ് പറയാനില്ല. അവരുടെ ആ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാവും. UDFന്റെ പക്കലേക്ക് കക്ഷികളും LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അത് ഉറപ്പായിട്ട് വരും. അത് ആരൊക്കെയാണ് എന്ന് ദയവ് ഇതിപ്പോൾ ചോദിക്കരുത്. അത് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ LDFിൽ തുടരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പ്രതിസന്ധിയിലാക്കാതെയുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ഒന്നും നിഷേധിക്കുന്നില്ല, എന്നാൽ അവരെ ഒരു കുഴപ്പത്തിലാക്കുന്നുമില്ല. മുന്നണി വികസിക്കും, വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. ചർച്ചകൾ കൂടി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ അതിനോട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല, അല്ലേ പ്രസാദ്? അത് തന്നെയാണ് സ്മൃതി. പക്ഷേ വി ഡി സതീശന്റെ വാക്കുകളിൽ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. ജോസ് കെ മാണി ഇപ്പോൾ നിലവിൽ LDFന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അത്തരം ചോദ്യങ്ങളോട് സ്വാഭാവികമായി അവരൊരു നിലപാടെടുക്കാത്ത സാഹചര്യത്തിൽ പരസ്യമായി പ്രതികരിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ മര്യാദയല്ല. ആ മര്യാദയാണ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചത് എന്നുള്ളതാണ്. പക്ഷേ ആ വാക്കുകൾക്കിടയിൽ വളരെ കൃത്യമായ കാര്യങ്ങളുണ്ട്. വിസ്മയങ്ങളുണ്ടാകും, മുന്നണി വിപുലീകരണം നടക്കും, ചില കക്ഷികൾ വരും, പ്രധാനപ്പെട്ട വ്യക്തികൾ വരും എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ഉറപ്പായും അത് ചിലത് തീരുമാനിച്ചിട്ട് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് ഇക്കാര്യത്തിൽ തീരുമാനങ്ങളായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിൽ ഒരു നിലപാട് പരസ്യമായി അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ബാക്കിയുള്ളത് എന്നാണ് ഇപ്പോഴും കരുതുന്നത്. അതല്ലാതെ നേരത്തെ റോഷി അഗസ്റ്റിൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ചെയർമാൻ പങ്കെടുക്കാത്തത് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിയില്ല എന്നുള്ളതാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പാളയത്ത് സംഘടിപ്പിച്ച LDFന്റെ പരിപാടിയിൽ ഇന്നലെ ജോസ് കെ മാണി പങ്കെടുത്തില്ല. മാത്രവുമല്ല, കഴിഞ്ഞ പ്രധാനപ്പെട്ട LDF യോഗത്തിലും ജോസ് കെ മാണി എത്തിയില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം സ്മൃതി, നേരത്തെ വന്യജീവി പ്രശ്നം കാര്യമായി കത്തി നിൽക്കുന്ന സമയത്ത് മുന്നണിയിൽ നിന്ന് മാറാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു, വളരെ പെട്ടെന്ന് അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന്. മുഖ്യമന്ത്രിയും സർക്കാരും ആ ആവശ്യത്തോട് അനുകൂലിക്കുകയായിരുന്നു അന്ന് ചെയ്തത്. പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിക്കുകയും ചെയ്തു. സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. അതിന് പിന്നാലെ ആ നീക്കം അന്ന് ഉപേക്ഷിക്കേണ്ടി വന്നുവെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കാര്യങ്ങൾ UDFിലേക്ക് പോകുന്ന രീതിയിലേക്കാണുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, ജോസ് കെ മാണിയും കൂടെയുള്ള 4 MLA-മാരും പോകുമ്പോൾ റോഷി അഗസ്റ്റിൻ പോകില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. പ്രമോദ് നാരായണനും പോകില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അവർ അതിന്റെ സൂചന നൽകുന്ന കാര്യങ്ങളാണ് അല്പസമയം മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും. ജയരാജന്റെ കാര്യത്തിലും ഈ തരത്തിൽ അദ്ദേഹം റോഷിക്കൊപ്പമാണ് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുകയാണ്. പ്രസാദ്, ഇപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ വിസ്മയം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ വളരെ വൈകാതെ തന്നെ ഒരുപക്ഷെ UDFന്റെ യാത്ര, കോൺഗ്രസിന്റെ യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇതിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? വൈകാതെ ഒരു പ്രഖ്യാപനം അത് പ്രതീക്ഷിക്കണോ? അങ്ങനെ തന്നെ കരുതേണ്ടി വരും സ്മൃതി. കാരണം ഇത് ഏറ്റവും ക്രൂഷ്യലായ ഒരു ഘട്ടമാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച്. കാരണം 1.5 മാസത്തിനകം തന്നെ ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രതീക്ഷിക്കുന്നത്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ ഫെബ്രുവരി മാസം 26-ാം തീയതി, 26, 27 തീയതിയിലാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടായത്. ഇനി ആ തീയതിയിലേക്ക് എത്തണമെങ്കിൽ 1.5 മാസം മാത്രമാണ് മുന്നിലുള്ളത്. ഈ സമയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ട ഒരു ഘട്ടം. ഈ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ അത് അതാത് മുന്നണികളെ വലിയ തോതിൽ പ്രതിസന്ധിയിൽ ഉണ്ടാക്കും. ഇനിയിപ്പോൾ ഇവർക്ക് LDF വിട്ടുപോകണമെങ്കിലും UDFിലേക്ക് ചേക്കേറണമെങ്കിലും വളരെ പെട്ടെന്ന് തീരുമാനമെടുത്തില്ലെങ്കിൽ അത് 2 മുന്നണിക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ, ഉദാഹരണം പറഞ്ഞാൽ LDFന്റെ ജാഥ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്.